അപ്പം നമുക്കിന്നൊരു മുളക് ബജി ഉണ്ടാക്കാം. ഇന്ന് വൈകുന്നേരം നമ്മൾ വിചാരിക്കുന്നത് ഇന്നത്തെ എൻ്റെ ഫൈനൽ റെസിപ്പി ആയിരുന്നു. അപ്പം നമ്മൾ അല്പം കടലമാവും മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് പിന്നെ അല്പം വെള്ളവും കൂടി ഒഴിച്ച് നമ്മുടെ ബാറ്റർ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് എടുക്കാം. മുളകാണെന്ന് എനിക്ക് തോന്നുന്ന ഇവിടുത്തെ മുളകാണ് ഞാൻ ഇവിടെ ട്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ മുളകൊക്കെ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനല്പം നീളക്കൂടുതൽ കാരണം ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്തത്. അപ്പം ഞാൻ ആദ്യമൊക്കെ നോക്കുമായിരുന്നു പാനിൽ വെക്കാൻ പറ്റുമെന്നും പറ്റത്തില്ല, തലയും വാലും ഒക്കെ വേർതിരിവായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഫൈനലി എണ്ണ ചൂടായി അത് വറുത്ത് കോരി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിതൊക്കെ സൂക്ഷിച്ച് കണ്ട് ചെയ്യണം. കാരണം വെള്ളത്തിൻ്റെ അംശം കൂടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറി പോലെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോൾ ബജി ഉണ്ടാക്കിയാലും ഇതുപോലെ എനിക്ക് പറ്റാറുണ്ട്. അപ്പം നിങ്ങൾ കെയർഫുള്ളായിട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ബജി, മുളക് ബജി. ഇനി നമുക്ക് ഇതിൻ്റെ ചമ്മന്തിയൊക്കെ ഉണ്ട്, എനിക്ക് അതൊന്നും അറിയത്തില്ല. എനിക്ക് ഇങ്ങനെ വയ്ക്കാനാണ് ഇഷ്ടം. ഇനി നമ്മുടെ ചൂട് ചായ, കട്ടൻ ചായ ഓർ കട്ടൻ ടീ. അപ്പം നമുക്ക് അതുമായിട്ട് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഫൈനൽ എൻ്റെ ലാസ്റ്റ് ഡിന്നറാണ്. എനിക്കിങ്ങനെ വിശപ്പൊക്കെ വരുമ്പോൾ ഞാൻ ഇതൊക്കെയാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് കഴിക്കുന്നു. ഇനി നല്ല പുതിയ റെസിപ്പികളുമായിട്ട് വീണ്ടും വരാം. ഇപ്പോൾ പഴയ റെസിപ്പികൾ നമുക്ക് ഫോളോ ചെയ്ത് പോവാം. അപ്പോൾ ഇത് പറയുന്ന പോകുന്നു ഗായ്സ്, ബൈ.